ഹായ് പ്രിയപ്പെട്ട ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആസിഫ് അലിയുടെ പുതിയൊരു ചിത്രമായിട്ടുള്ള സർക്കീട്ട് എന്ന് പറഞ്ഞൊരു മൂവി ഇന്ന് OTT റിലീസായിട്ടുണ്ട്. ഒരു പക്ക ഇമോഷണൽ ഡ്രാമ മൂവിയാണ്. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ഒരു പ്രത്യേക സൈലൻ്റായിട്ടും എന്നാലും നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അതിൽ നടിയായിട്ട് വരുന്നത് നമ്മൾ ദിവ്യപ്രഭയാണ്. അപ്പോൾ ദിവ്യപ്രഭയുടെ ഭർത്താവായിട്ട് വരുന്നത് നമ്മളെ ദീപക് പരമ്പോൾ എന്ന് പറഞ്ഞ നടനാണ്. അപ്പോൾ ഇവരെ മകന് ഭയങ്കര കുറുമ്പെന്ന് വെച്ചാൽ ഭയങ്കര വാശിയാണ്. അപ്പോൾ ഈ മകനെയും കൊണ്ട് ഇവർ പുറത്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും ഇവൻ്റെ വാശിയും കുറുമ്പും ഭയങ്കര കുറുമ്പ് കൊണ്ട് വീട്ടിലുണ്ടാവുന്ന ഇവർ തമ്മിലുണ്ടാവുന്ന ചില ചർച്ചകളും ഇവരേതായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ പടത്തിൽ മെയിനായിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കുട്ടികളെ നമുക്ക് തല്ലിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇവർ കുറേ ചീത്ത പറഞ്ഞതുകൊണ്ടോ വഴക്ക് പറഞ്ഞതുകൊണ്ടോ ഇവരെ കുറുമ്പ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ള ഒരു മെസ്സേജാണ് ഈ പടത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആസിഫ് അലി നമ്മളെ ഗൾഫിൽ ജോലിക്ക് വേണ്ടി പോണതും ഒരുപാട് ഇൻ്റർവ്യൂവിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടും ജോലി കിട്ടാണ്ടും പൈസ ഇല്ലാതെയും മറ്റുള്ള ആൾക്കാരുടെ റൂമിലൊക്കെ നിന്ന് അവരെ കുത്തുവാക്കും കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനത്തെ ഒരു ഇമോഷണലായിട്ടാണ് നമ്മളെ ആസിഫ് അലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസിഫ് അലിയുടെ പല രംഗങ്ങളും സത്യം പറയാൻ നമുക്കത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയിരുന്നു. അതുകൊണ്ട് ആസിഫ് അലി വളരെ ഭംഗിയായിട്ട് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പടം ഒരു നല്ലൊരു രസമായിട്ടുള്ളൊരു പടമായിട്ട് ഈ പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ക്ലൈമാക്സ് ഒന്നായിട്ട് ആരും കണ്ട ഒരു ക്ലൈമാക്സ്. പടം തുടങ്ങുന്നത് ഒരു സാധാരണ രീതിയിൽ, പടം അവസാനിക്കുന്നത് ഒരു സാധാരണ രീതിയിൽ തന്നെയാണ് പടം അവസാനിക്കുന്നത്. ഭയങ്കര ഒരു ക്ലൈമാക്സ് ആയിട്ടൊന്നല്ല പടം അവസാനിക്കുന്നത്. അപ്പോൾ പടം സത്യത്തിൽ നല്ലൊരു രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. നല്ലൊരു ഭംഗിയോടെ തന്നെ ആ പടം കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു പടമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇതിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ.